ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറെ കംപ്ലയിൻറ്റ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത ബ്രൈറ്റിനെ ലൈറ്റ് കത്തുന്നുണ്ട്. അതാണ് കസ്റ്റമറെ കംപ്ലയിൻറ്റ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തന്നെ ലൈറ്റ് കത്താൻ തുടങ്ങി. അങ്ങനെ വണ്ടി നേരെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടു. അപ്പോൾ ബാറ്ററിനെ ലൈറ്റ് കത്താനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഓൾട്ടർനേറ്റർ കംപ്ലയിൻ്റ് ആവുക, അല്ലെങ്കിൽ ബെൽറ്റ് പൊട്ടി പോവുക. അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാലാണ് മെയിനായിട്ടുള്ള ബാറ്ററിനെ ലൈറ്റ് കത്തുക. പിന്നെ ഉള്ളത് എവിടെയെങ്കിലും വയറിങ്ങിൻ്റെ ഡാമേജോ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളത് ഓൾട്ടർനേറ്റർ കംപ്ലയിൻ്റ് ആവുക, അല്ലാതെ ബെൽറ്റ് പൊട്ടിപ്പോവുക. ഈ രണ്ട് കാരണം കൊണ്ടാണ്ടോ. അപ്പോൾ കസ്റ്റമർ പറഞ്ഞത് ബാറ്ററിന് ലൈറ്റ് കത്താണ്, പക്ഷേ എ സി ഇട്ടിട്ടില്ല. എ സി ഓൾറെഡി അതിൽ കൂളിംഗ് ഇല്ലാത്തതുകൊണ്ട് എ സി ഇട്ടിട്ടില്ല. ഇത് ഈ സംഭവം ബെൽറ്റ് പൊട്ടി കഴിഞ്ഞാൽ എ സി മറക്കാവില്ല കേട്ടോ. എ സിക്ക് തണുപ്പും കുറവും കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ എ സിക്ക് ഓൾറെഡി കൂളിംഗ് ഇല്ലാത്തതുകൊണ്ട് അത് പിന്നെ പാടില്ല. അപ്പോൾ നമ്മൾ നേരെ ബോണ്ട് തുറന്ന് നോക്കി ചെക്കിയ സമയത്ത് കണ്ട കാഴ്ചയാണ് ബെൽറ്റ് അതിനോടൊന്ന് ഊരി പോകുന്നുണ്ട്. പൊട്ടിപ്പോയില്ല, ചാടി പോകുന്നുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വാട്ടർ പമ്പ് ഷെയ്ക്കുണ്ട്. വാട്ടർ പമ്പ് ഷെയ്ക്കായിട്ടാണ് അത് തെന്നി പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി അതിൻ്റെ വാട്ടർ പമ്പും കാര്യങ്ങളും മാറണം. അത് ഞാൻ കാണിച്ചു തരാം. എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വണ്ടി പൊക്കി വെച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡ് പൊക്കി വെച്ചിട്ടുണ്ട്. ഈ സൈഡിലൊരു ഫ്ലാപ്പ് ഉണ്ട്, ആ ഫ്ലാപ്പ് അയച്ച് വെച്ചിട്ടുണ്ട്. പറഞ്ഞാൽ കൂളൻ്റ് ലീക്കായി പോയിട്ടുണ്ട്. ഇതാണ് ബെൽറ്റ് കേട്ടോ. ബെൽറ്റ് തള്ളിപ്പോകുന്നത് ഇതാണ്. കൂളൻ്റ് ലീക്കായിട്ടുണ്ട് കേട്ടോ. കൂളൻ്റ് ലീക്കായിട്ടുണ്ട്. ഇനി അതാ ആ മുകളിൽ കാണുന്നതാണ്. ഇതാണ് ഓൾട്ടർനേറ്റർ. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എ സിൻ്റെ കംപ്രസറിൻ്റെ നേരെ മുകളിൽ കാണാം. ഇതാണ് വാട്ടർ പമ്പ്. അപ്പോൾ ആ പുള്ളി ഷെയ്ക്കായിട്ടുണ്ട് കേട്ടോ. ആടുന്നുണ്ടോ, അത് ഷെയ്ക്കായിട്ടുണ്ട്. അത് ഷെയ്ക്കായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ബെൽറ്റ് തള്ളിപ്പോകുന്നതാണ്. അപ്പോൾ ഷെയ്ക്കായി കഴിഞ്ഞാൽ ഉള്ളിലെ ഇമ്പല്ലറും പൊട്ടിയിട്ടുണ്ടാവും കേട്ടോ. ചെറിയൊരു പിടുത്തം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇമ്പല്ലർ പൊട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി ഇത് ആ വാട്ടർ പമ്പ് അയക്കണം. വാട്ടർ പമ്പ് അയക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്രാങ്കിൻ്റെ പുള്ളിയും കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. പിന്നെ മൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ അയക്കണം കേട്ടോ. അപ്പോൾ ക്രാങ്കിൻ്റെ പുള്ളി അയച്ചു വെച്ചിട്ടുണ്ട്. ക്രാങ്കിൻ്റെ പുള്ളി അയക്കാന്നുണ്ടെങ്കിൽ ഒരു 4-13 ബോൾട്ട് ഉണ്ടായിരിക്കും. പുള്ളി മാത്രമായിട്ട് സെൻറ്ററിലും ബോൾട്ട് അയക്കണ്ട, പുള്ളി മാത്രമായിട്ട് അയക്കാം. ഈ കൈയിടാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് വാട്ടർ പമ്പ് അയച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാട്ടർ പമ്പ് പോരണമെന്നുണ്ടെങ്കിൽ നേരെ മുകളിൽ മൗണ്ടിങ് അയക്കണം. ഇതിപ്പോൾ ഇമ്പല്ലർ പൊട്ടിയോണ്ട് ഇത് കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ. മൗണ്ടിങ് പുതിയത് കയറുന്ന സമയത്ത് മുകളിൽ മൗണ്ടിങ് കാര്യങ്ങൾ അയച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മളെ വാട്ടർ പമ്പ്. വാട്ടർ പമ്പിൻ്റെ ഇമ്പല്ലർ ഉണ്ടോ, പൊട്ടി തകർന്നോടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇല്ല കേട്ടോ. അത് ആ ഷെയ്ക്ക് വന്നുകൊണ്ട് തന്നെ ഉള്ളിൽ ഉരഞ്ഞിട്ട് പൊട്ടിയാണ് കേട്ടോ. ഇത്രയും മൊത്തം പൊട്ടിയിട്ടുണ്ട്. ആ പുള്ളി ഷെയ്ക്ക് വന്നുകൊണ്ട് തന്നെയാണ് ആ ഇമ്പല്ലർ പൊട്ടാനുള്ള കാരണം. ഈ പുള്ളി ഷെയ്ക്ക് വന്നത്, ആ ഷെയ്ക്ക് വന്നുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബെൽറ്റ് വേറെ വഴി കയറി നേരെ അതിൽ നിന്ന് കൊട്ടയും കേട്ടോ. ഇനി നമുക്കിത് പുതിയ വാട്ടർ പമ്പ് ഫിറ്റ് ചെയ്യണം. ഈ ഭാഗത്ത് കൂടെയാണ് വെള്ളം തള്ളണത്. ആ ഇമ്പല്ലർ ഉണ്ടെങ്കിലേ വെള്ളം തള്ളുള്ളൂ. ഇപ്പോൾ ഇമ്പല്ലർ മൊത്തം പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പുതിയ വാട്ടർ പമ്പ്. ഇമ്പല്ലറുണ്ടോ, ഈ ഇമ്പല്ലറാണ് ആ പൊട്ടിപ്പോയിട്ടുള്ളത്. ഇതാണ് പുതിയ നമ്മളെ വാട്ടർ പമ്പ്. ഇനി നേരെ ഇത് അതിലേക്ക് ഫിറ്റ് ചെയ്യണം. ഒരു 4-10 നെട്ടുണ്ടായിരിക്കും. ആ 4 ഹോളുണ്ടോ, അതിലേക്ക് ഇട്ടിട്ട് ആ 10 നെട്ടിട്ടിട്ടാണ് ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൗണ്ടിങ് ഊരണം. മൗണ്ടിങ് ഊരിയ ശേഷം അതിൻ്റെ മുകളിൽ കൂടെയാണ് നമുക്ക് വാട്ടർ പമ്പ് ഇടാൻ പറ്റുള്ളൂ. മറ്റത് ഇമ്പല്ലർ പൊട്ടിയോണ്ട് തന്നെ നമുക്ക് നേരെ അടി കൂടെ എടുക്കാൻ പറ്റി. സീഡൽ സീനാണ്, അടി കൂടെ ഇടാൻ പറ്റില്ല. അടി കൂടെ ഇടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കംപ്രസർ ഒന്ന് അടിച്ച് താഴത്തേക്ക് മാറ്റി വെക്കണം. അതിന് നല്ലത് മൗണ്ടിങ് ഊരി മാറ്റുന്നതാണ്. അപ്പോൾ ഞാൻ മാറ്റിയില്ലത് മൗണ്ടിങ് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ബെൽറ്റും മൗണ്ടിങ് എല്ലാം അഴിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ ഈ ഭാഗത്ത് കൂടെ നമുക്ക് വാട്ടർ പമ്പ് ഇറക്കി വെക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഈ മൗണ്ടിങ് കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റി വെച്ചിട്ടുള്ളത്. ഇതാണ് മൗണ്ടിങ് ഇരിക്കുന്നത്. നമുക്ക് ഇനി പുതിയ വാട്ടർ പമ്പ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കണം. വാട്ടർ പമ്പ് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ 4 സ്റ്റെഡ് ഉണ്ട്, സ്റ്റെഡാണ്. അപ്പോൾ ആ 4 സ്റ്റെഡിലേക്കാണ് കയറ്റി വെച്ചാൽ മതി. ഓക്കെ.